CPIയുടെ രാജ്യസഭാ സീറ്റ് മുസ്ലിമിനും CPM-ന്റേത് ക്രിസ്ത്യാനിക്കും വിളമ്പി നൽകി. ഇത് പറയുന്നത് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി, നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് ആദ്യമായിട്ടല്ല ഇത്തരം വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. വർഗീയ വിഷം ചീറ്റുന്ന വെള്ളാപ്പള്ളിയെ ആര് തിരുത്തും? സായി, നമ്മുടെ രാജ്യത്ത് ഈ വിദ്വേഷ രാഷ്ട്രീയം പ്രചരിപ്പിച്ച്, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് ജനാധിപത്യ ഇന്ത്യയിലെ വോട്ടർമാർ കൃത്യമായൊരു താക്കീത് നൽകിയ തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞു പോയത്. കേരളത്തിലും സമാനമായ രീതിയിലുള്ള ഒരു ജനവിധിയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കേരളം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന. അതായത് രാജ്യസഭാ സീറ്റുകൾ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള അങ്ങേയറ്റം വർഗീയമായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് നോക്കൂ, രാജ്യത്ത് ഈ ഹിന്ദുക്കൾ കേരളത്തിൽ എങ്ങനെ വേലി കെട്ടാൻ വേണ്ടി മാത്രം വിധിക്കപ്പെടുന്നവരാണ്. കേരളത്തിൻ്റെ പൊതുസമ്പത്ത് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കായിട്ട് വീതം വെച്ച് നൽകുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതിൻ്റെ ഉന്നതി ഈ രണ്ട് മതക്കാർക്കുമായി കിട്ടുന്നു. പുറംപോക്കിലേക്ക് ഹിന്ദുക്കൾ മാറ്റി നിർത്തപ്പെടുന്നു. ഇങ്ങനെയൊരു വർത്തമാനം അത് കേരളത്തിലെ ജനങ്ങളോട് പറയുന്ന ഒരു ആ മാനസികാവസ്ഥയാണ് ശരിക്കും മനസ്സിലാകാത്ത വെള്ളാപ്പള്ളിയുടെ. തീർച്ചയായും അമൽ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന സമയം അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഭരണാധികാരി, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ തിരഞ്ഞെടുപ്പ് റാലികളിൽ വന്ന് അങ്ങേയറ്റം വിദ്വേഷം നിറഞ്ഞ, അപരമത വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ അധികാരത്തിലേറ്റു എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രസംഗിച്ചു പോയതാണ്. ആ ഭരണാധികാരിക്ക് ജനങ്ങൾ കേവല ഭൂരിപക്ഷം പോലും കൊടുത്തിട്ടില്ല എന്നുള്ള ജനവിധി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള നേതാക്കൾ, അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ നേതാവ് എന്ന് അറിയപ്പെടുന്ന ആൾ വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം ഇന്നിപ്പോൾ കേരള കൗമുദി പത്രത്തിലാണെന്ന് തോന്നുന്നു ഈ ലേഖനം എഴുതിയത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിൽ ഇടതുമുന്നണി CPIയുടെ സീറ്റ് അവരുടെ സുനീർ എന്ന് പറയുന്ന നേതാവിനും CPM-ൻ്റേത് കേരള കോൺഗ്രസിനും കൊടുത്തതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചതിൽ. സുനീർ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. കേരള കോൺഗ്രസ് സ്വാഭാവികമായും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ്. അപ്പോൾ ഇവർക്ക് വിളമ്പി നൽകി ഇവിടെ താഴേക്കിടയിലുള്ള ഹൈന്ദവ വിഭാഗത്തിന് ഒന്നും നൽകുന്നില്ല, ഇവരെല്ലാം ഈ പ്രീണ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കൊടുക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അമൽ? അതായത് CPIയുടെ സീറ്റ് മുസ്ലിമിനും CPM-ൻ്റേത് ക്രൈസ്തവനും വിളമ്പി, UDF പതിവ് പോലെ മുസ്ലിം ലീഗുകാരനും വിളമ്പി നിൽക്കുന്നു. അപ്പോൾ ഇത് നൽകുന്ന സന്ദേശം എന്താണ്? ഇവിടെ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന താഴേക്കിടയിലുള്ള ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്? ഇങ്ങനെയാണ് കേരളത്തിൽ സാഹചര്യം എന്നാണ്. അപ്പോൾ ഇത് അങ്ങേയറ്റത്തെ വിഷം ചീറ്റലാണ്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇത് പറയുന്നത്, ഓർക്കണം. സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച നവോത്ഥാന സംരക്ഷണ സമിതിയുടെ തലപ്പത്തിരിക്കുന്നയാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ പദവികളിൽ ഇരിക്കുന്ന അദ്ദേഹം പറയുന്നത് ആളുകൾ ശ്രദ്ധിക്കുന്ന തരത്തിൽ അധികാരമുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ ആളാണ് ഇത്തരത്തിലുള്ള കള്ളങ്ങൾ, വിദ്വേഷ പ്രചാരണം നടത്തുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല. നമ്മൾ പറയുന്നതിന് മുൻപും എത്രയോ തവണ വെള്ളാപ്പള്ളി ഈ വിധത്തിലുള്ള സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ കോഴിക്കോടാണ് മാൻഹോളിൽ അപായത്തിൽ പെട്ടുപോയ ആളെ രക്ഷിക്കാൻ ഇറങ്ങിയ നൗഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് സർക്കാർ ഒരു ധനസഹായം പ്രഖ്യാപിച്ചു. പക്ഷേ ആ ധനസഹായം അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് എന്നുള്ള നിലയിൽ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസംഗവും പ്രസ്താവനയും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ വർഷമാണ് ഇസ്രയേലിൽ ഒരു യുവതി, മലയാളിയായിട്ടുള്ള പെൺകുട്ടി, ഇടുക്കിക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി മിസൈൽ ആക്രമണത്തിൽ അവിടെ കൊല്ലപ്പെടുന്നത്. ആ പെൺകുട്ടിയുടെ മൃതദേഹം ഇവിടത്തേക്ക് എത്തിച്ചു. ശവസംസ്കാര ചടങ്ങുകൾ നടന്നു. അപ്പോഴാണ് അറിയുന്നത് ഈ പെൺകുട്ടിയെ ഒരു ഈഴവ കുടുംബത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടിയാണ്, പക്ഷേ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടയാളാണ്. അതേക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്, ഈ പെൺകുട്ടിയെ ഇയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് മതപരിവർത്തനം നടത്തിയിട്ടാണ്. ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയെ മാനസികമായി മറ്റൊരു മതത്തിലേക്ക് അടർത്തിക്കൊണ്ടുപോയി മതം മാറ്റി വിവാഹം കഴിച്ചിരിക്കുകയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പച്ചയ്ക്ക് തുറന്ന് പറയുന്നു. ആ പെൺകുട്ടിയുടെ ഭർത്താവ്, അതായത് ഭാര്യയെ നഷ്ടപ്പെട്ട ആ സന്തോഷം എന്നാണ് അയാളുടെ പേര്, അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുകയാണ്. ഇങ്ങനെ ഒരു സംഭവം അത് തന്നെ വേദനിപ്പിച്ചു, തൻ്റെ കുടുംബത്തെ എത്രത്തോളം വേദനിപ്പിച്ചു എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. എന്തായാലും നമ്മളിപ്പോൾ കേരളത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറിയ കേരളത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈഴവ വോട്ടുകൾ കൂട്ടത്തോടെ ഇടതു വലത് മുന്നണിയിൽ നിന്ന്, പ്രത്യേകിച്ച് CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ CSDS സർവേ ഒക്കെ പറയുന്നത് 35% ഈഴവ വോട്ടുകൾ ഇത്തവണ ലഭിച്ചത് BJP-ക്കാണെന്നാണ്. അത് പല കാരണങ്ങളുണ്ടായിരിക്കാം. ഒരു പക്ഷേ CPM-നോടുള്ള
എതിർപ്പുണ്ടാവാം, സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ ഈഴവ വോട്ടുകൾ മറ്റു മുന്നണികളിൽ നിന്ന് BJP-യിലേക്ക് എത്തുന്നതിൻ്റെ ഒരു പ്രധാന റിക്രൂട്ട്മെന്റ് ഏജൻസിയായി കേരളത്തിൽ പ്രവർത്തിച്ച് എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളി നടേശന്റെ മകന്റെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള BDJS ആണ്. അതായത് വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ തന്നെ ഉണ്ട് എങ്ങനെ ആ വോട്ടുകൾ ചോർന്നു എന്നുള്ളതിന്റെ ഉത്തരമുണ്ട്. ആ നിലയിൽ രൂപീകരിച്ച ഒരു BDJS എന്നുള്ള ഒരു സംഘടന, നമുക്കറിയാം BDJS എവിടെയെങ്കിലും ഒരു കവലപ്രസംഗം നടത്തുന്നു, BDJSന്റെ നേതാക്കൾ കവലപ്രസംഗം നടത്തുന്നതോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതോ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അവരുടെ രാഷ്ട്രീയ പ്രചരണം എല്ലാം നടക്കുന്നത് SNDP ശാഖായോഗങ്ങൾ വഴിയാണ്, അവരുടെ കുടുംബയോഗങ്ങൾ വഴിയാണ്, കുടുംബങ്ങൾ വഴിയാണ്, നിശബ്ദമായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണം. ആ നിലയിൽ BDJSന്റെ രാഷ്ട്രീയം എന്താണ്? അവരുടെ മുന്നണിയുടെ രാഷ്ട്രീയമാണ്, അത് BJP-യുടെ രാഷ്ട്രീയമാണ്. രാജ്യത്ത് ഭിന്നിപ്പിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതേ രാഷ്ട്രീയം തന്നെയാണ് BDJS കൈയാളുന്നതും. അങ്ങനെ ആ രാഷ്ട്രീയത്തെ എവിടെ ഇവർ പറയുന്നു, SNDP-യുടെ ശാഖായോഗങ്ങളിലും കുടുംബയോഗങ്ങളിലും പ്രചരിപ്പിക്കുകയാണ് BDJSന്റെ നേതാക്കൾ. SNDP എന്നുള്ള പ്രസ്ഥാനം എങ്ങനെയാണ് ഇവിടെ രൂപപ്പെട്ടതെന്നും കേരളത്തിന്റെ നവോത്ഥാന പോരാട്ടങ്ങളിൽ എത്ര വലിയ സംഭാവനകൾ നൽകിയ ഒരു പ്രസ്ഥാനമാണ് അതെന്നൊക്കെ നമുക്കറിയാം. ഇപ്പോൾ അങ്ങനെയുള്ള, ഇപ്പോൾ ഗുരുവാണല്ലോ SNDP എന്നുള്ള ഒരു പ്രസ്ഥാനത്തെ രൂപം കൊടുക്കുന്നത്. അദ്ദേഹമാണ് കേരളത്തിന്റെ നവോത്ഥാന പോരാട്ടങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചതും. ആ ഗുരു ഇപ്പോൾ അദ്ദേഹം യേശു ക്രിസ്തുവിനെ കുറിച്ച് അനുകമ്പാ ദശകത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? പരമേശ പവിത്ര പുത്രൻ എന്നുള്ള രീതിയിലാണ് ആ യേശു ക്രിസ്തുവിനെ ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പുറത്ത് പ്രവാചകനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു കരുണാവാൻ നബി മുത്തുരത്നം, ആ നിലയിൽ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു മതനിരപേക്ഷമായ ഒരു അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് ഈ നാട്ടിൽ ഇടപെട്ട ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെയാണ് ഈ നിലയിൽ ഈ BJP-യുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കിട്ടുന്ന നിലയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദി ഈ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ നിലയിൽ വർഗീയമായി ജനങ്ങളുടെ മനസ്സിൽ ചില ആശയങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ, അതിന് ആളുകൾ സ്വാധീനിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ കുടുംബവും തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നോക്കൂ അമൽ, BJP-യുടെ നേതാക്കൾ പറയുന്നതിനേക്കാൾ കൂടുതൽ തീവ്രമായി ഈ വർഗീയത പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പരിശോധിച്ചാൽ തന്നെ അത് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയാണ് എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. സുരേന്ദ്രൻ പറയുന്നതിനേക്കാൾ കൂടുതൽ തീവ്രതയിൽ ഇപ്പോൾ വിദ്വേഷ പ്രചാരണം നടത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണെന്ന് നമുക്ക് നിസ്സംശയം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ പറയേണ്ടി വരും. പിന്നെ ഇപ്പോൾ അമൽ പറഞ്ഞ BDJSന്റെ കാര്യം ശരിയാണ്. എന്താണ് BDJS മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം? ഞാൻ ഇപ്പോഴും പറയുന്നത് അത് BJP-യിലേക്കുള്ളൊരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി മാത്രമാണ്. അതായത് CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒറ്റയടിക്ക് BJP-ക്കാരായി മാറുന്നതിന് അല്പം വിഷമമുള്ള ആളുകൾ ആദ്യം BDJS-ലേക്ക് പോവുകയും പിന്നീട് അതുവഴി BJP-യിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചാഞ്ചാടി നിൽക്കുന്ന ആളുകളിലേക്കാണ് നമ്മൾ ഈ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ എത്തുന്നത് എന്നാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ആവർത്തിച്ച് എല്ലാവരും പറയുന്നത് ഇതിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. കാരണം ഇദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇപ്പോൾ മുസ്ലിം സംഘടനകളെല്ലാം മുന്നോട്ട് വന്ന് ആവശ്യപ്പെടുന്നത് മുസ്ലിങ്ങൾക്ക് അനധികൃതമായി എല്ലാം ചെയ്തു കൊടുക്കുന്നു എന്നാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതിനെന്താണ് വെള്ളാപ്പള്ളി പറയുന്ന കണക്ക്? അങ്ങനെ മുസ്ലിങ്ങൾ അനർഹമായി നേടിയിട്ടുണ്ടെങ്കിൽ അതെന്താണ് എന്ന് കൂടി വെള്ളാപ്പള്ളി നടേശൻ പറയട്ടെ, അല്ലെങ്കിൽ സർക്കാർ പറയട്ടെ, ഒരു കണക്കെടുപ്പ് നടക്കട്ടെ, ഒരു ധവളപത്രം പുറത്തിറക്കട്ടെ എന്നാണ് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ മുസ്ലിം വിഭാഗം എല്ലാ തരത്തിലും വിവേചനം നേരിടുന്നുവെന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നതിലും ഉണ്ട് എന്നുള്ളതും പല കമ്മിറ്റികൾ പഠിച്ച് റിപ്പോർട്ട് നമ്മുടെ സർക്കാരിൻ്റെ കൈവശമുണ്ട്. അതുപോലും ശരിയാവണ്ണം നടപ്പാക്കിയിട്ടില്ല എന്നുള്ള പരാതി ഉള്ളപ്പോഴാണ് അവർക്കിതാ എല്ലാം വാരിക്കോരി കൊടുക്കുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ ഇതിനെ രണ്ട് ചേരിയിൽ നിർത്തിക്കൊണ്ട് ആളുകളെ ഭിന്നിപ്പിക്കുന്നത്. അത് നോക്കി നിൽക്കുന്ന സർക്കാരിനെയാണ് എന്നെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. അതായത് ഒരാൾ വന്ന് ഇങ്ങനെ പച്ച വർഗീയത ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞിട്ടും അയാൾക്കെതിരെ അയാളുടെ രോമത്തിൽ തൊടാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മടിക്കുന്നതാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ ആശങ്ക. നമ്മൾ നേരത്തെ പറഞ്ഞ നൗഷാദിൻ്റെ സംഭവം നോക്കൂ, 2015-ലാണത് നടക്കുന്നത്. അത് ജാതിയോ മതമോ നിറമോ നോക്കാതെ ഒരാളെ അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചയാളാണ് നൗഷാദ്. ആ മരിച്ചയാൾക്ക് സഹായം കൊടുത്തപ്പോൾ അത് മുസ്ലിം ആയതുകൊണ്ടാണ് കൊടുത്തത് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശന് ഒരു തരത്തിലുള്ള കേടുപാടും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ സർക്കാർ തന്നെ പിന്നീട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ നേതാക്കൾ ഇപ്പോഴും അങ്ങോട്ട് പോയി കുമ്പിടുന്ന നേതാവായി ഇപ്പോഴും ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യവും.
സായി പറഞ്ഞത് തന്നെയാണ്. അതായത് ഇത്രയും ദിവസം എത്രയോ കാലങ്ങളായി വെള്ളാപ്പള്ളി ഇത് പറയുന്നു. ഇത് പറഞ്ഞിട്ടും ഇപ്പോൾ 2 ദിവസമായി. ഇതിനിടയിൽ ഒരിക്കൽ പോലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതിനെതിരായിട്ടുള്ള ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാകുന്ന വിമർശനങ്ങളോടൊക്കെ എത്ര അസഹിഷ്ണുതയോടുകൂടിയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഇപ്പോൾ ഗീവർഗീസ് കുർലോസ് അച്ഛൻ, അദ്ദേഹത്തിനെതിരെയൊക്കെ എത്ര വിവരദോഷി എന്നുള്ള എത്ര മോശം ഭാഷയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്. പക്ഷേ കേരളത്തിന്റെ ഒരു മതനിരപേക്ഷ മൂല്യത്തെ തകർക്കുന്ന, ആ ഒരു അന്തരീക്ഷത്തെ തകർക്കുന്ന നിലയിലുള്ള ഒരു പ്രതികരണം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സമുദായ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ അതിനെതിരെ ഒന്ന് പറയുവാൻ പോലും നമ്മുടെ മുഖ്യമന്ത്രിയോ ആ മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരോ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും അത് തന്നെയാണ് അമൽ ഞാൻ പറഞ്ഞു വന്നത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ അപകടകരം. ഇത് പച്ചയ്ക്ക് വർഗീയത പറയുന്നതാണ്, ആളുകളെ 2 തട്ടിലാക്കുന്നതാണ്, ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ഇരുട്ടിൽ നിർത്തുന്ന പ്രതികരണമാണ് വെള്ളാപ്പള്ളി നടത്തിയതെന്നുള്ളത് നമുക്ക് ഒറ്റ വായനയിൽ, ഒറ്റ കേൾവിയിൽ തന്നെ മനസ്സിലാകും. എന്നിട്ട് അദ്ദേഹത്തിനെതിരെ എന്ത് നീക്കം നടത്തി? ഇപ്പോഴും അദ്ദേഹം നവോത്ഥാന സംരക്ഷണ സമിതിയുടെ തലപ്പത്ത് ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശനാണ്. അതാണ് ഇതിലേറ്റവും പരിഹാസ്യമായ കാര്യം. എന്താണ് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുമ്പോൾ സർക്കാർ പറഞ്ഞത്? നമ്മുടെ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുണ്ടാക്കിയത്. സർക്കാരിൻ്റെ മുൻകൈയിൽ തന്നെ ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോം, അതിൻ്റെ തലപ്പത്ത് വെള്ളാപ്പള്ളി നടേശനെ ഇരുത്തുന്നു. ആ കസേരയിൽ ഇരുന്നു കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റാനുള്ള ആർജവമെങ്കിലും സർക്കാർ ഇനി കാണിക്കണം എന്നാണ് ഞാൻ പറയുക. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം വെള്ളാപ്പള്ളി നടേശന് കിട്ടിയ അത്രത്തോളം പ്രിവിലേജ് കേരളത്തിൽ ഒരാൾക്കും കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. നേരത്തെ നമ്മൾ പറഞ്ഞ നൗഷാദിൻ്റെ ഉദാഹരണം 2015 നടന്നതാണ്. അതിന് തൊട്ട് ഇങ്ങോട്ടേക്ക് എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പച്ചക്കള്ളമാണ് എന്ന അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയ ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഇപ്പോഴും പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഏറ്റുപിടിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. കാസയെ ഒക്കെ ഈ സമയത്ത് നടത്തുന്ന വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളുണ്ട്. അതിനേക്കാൾ കൂടുതൽ വിഷലിപ്തമായി ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ തലപ്പത്തുണ്ടെങ്കിൽ അതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന പ്രിവിലേജ്. അവിടെ ഇരുന്നു കൊണ്ട് ആർക്കെതിരെയും എന്തും പറയാം. ഒരു സർക്കാരും അദ്ദേഹത്തെ തൊടില്ല. അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളൊക്കെ എത്ര പെട്ടെന്ന് മാഞ്ഞു പോകുന്നതൊക്കെ കേരളം കണ്ടിട്ടുണ്ടല്ലോ അമൽ. ഇന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത് നോക്കൂ, പാർട്ടി രക്തസാക്ഷികളുടെ ജാതി കണക്കെടുക്കണം. അവിടെ കൊല ചെയ്യപ്പെട്ടവർ ആരാ? അതായത് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, ഒരു ആശയത്തിന് വേണ്ടി കൊല ചെയ്യപ്പെട്ടവർ, അവർ അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടായിരിക്കില്ലല്ലോ ജീവൻ നൽകിയിട്ടുണ്ടാവുക. അവരുടെ ജാതി കണക്കെടുക്കണം എന്ന് പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. യഥാർത്ഥത്തിൽ രക്തസാക്ഷികളെ പോലും അവഹേളിക്കുന്ന പ്രസ്താവന. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പോലും അതിനെതിരെയൊന്നും ഒരു ചെറുവിരൽ അനക്കാൻ, നിങ്ങളീ പറയുന്നത് തെറ്റാണ് എന്ന് പറയാൻ കേരളത്തിലെ വലത് ഇടത് മുന്നണികളിൽ ഒരാൾ പോലും തയ്യാറാകുന്നില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പറയുന്ന വെള്ളാപ്പള്ളിയുടെ മുന്നിലേക്കൊക്കെ കുമ്പിട്ട് പോകാനേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് കഴിയുന്നുള്ളൂ. അവർക്ക് ഇപ്പോഴും ഭയമാണ്, അദ്ദേഹത്തെ പിണക്കിയാൽ ഇപ്പോൾ ഉള്ള വോട്ടുകൾ പോലും നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക ഈ പറയുന്ന നേതാക്കൾക്കൊക്കെ ഉണ്ട്. പക്ഷേ വെറും വോട്ട് നഷ്ടപ്പെടും എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉണ്ടാക്കി വെക്കുന്ന അപകടം, അത് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കാനുള്ള ആർജവം നമ്മുടെ നേതാക്കൾ കാണിച്ചാൽ മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ BJPക്കെതിരെയും അദ്ദേഹം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം കൊടുത്തതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതായത് എന്താണോ കോൺഗ്രസും CPMും ചെയ്തത് അത് തന്നെ BJPയും ഇതാ ചെയ്യാൻ പോകുന്നു. ചിലരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഒരു സൂചന കൊടുക്കുകയാണ്. പക്ഷേ അവർ അത് എങ്ങനെ ചെവിക്കൊള്ളും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടി വരും. എന്തായാലും നമുക്കറിയാം, കേരളത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, രാജ്യത്ത് ഏറ്റവും കൂടുതൽ RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. എന്നിട്ടും RSSന് ഇവിടെ വളരാൻ കഴിയുന്നില്ല. ഇപ്പോൾ BJP നേട്ടമുണ്ടാക്കുന്നു പലയിടത്തും. പക്ഷേ ഈ കഴിഞ്ഞ നാളുകളിലൊന്നും ഇത്രയേറെ ശാഖകളുണ്ട്, എത്രയേറെ വിപുലമായ പ്രവർത്തനങ്ങൾ അവർ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴും കേരളത്തിൽ വേരുറപ്പിക്കുവാൻ RSSന് കഴിയുന്നില്ല. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ കാരണം, അതിനുള്ള തടസ്സം എന്ന് പറയുന്നത്, അതിലൊന്ന് ഈ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. SNDP എന്നുള്ള സംഘടനയുടെ കഴിഞ്ഞ നാളുകളിൽ അത് പുലർത്തിയിരുന്ന മതേതരമായിട്ടുള്ള ഒരു സ്വഭാവം തന്നെയായിരുന്നു. പക്ഷേ അതിനെ മാറ്റം വരികയാണ്. ആ സംഘടനയിലുള്ള ആളുകൾക്കിടയിലേക്ക് വർഗീയതയുടെ ഭിന്നിപ്പിന്റെ ആശയം പ്രചരിപ്പിക്കാൻ അതിന്റെ നേതൃത്വം തന്നെ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് മാത്രമല്ല അമൽ, ഇവിടെ നോക്കൂ, എന്തൊക്കെ കള്ളങ്ങളാണ് ഇത്തരം വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ ഇത്ര നാളുകളും പ്രചരിപ്പിക്കുന്നത്. അതിലൊന്നാണ് ഹിന്ദു ദേവാലയങ്ങളിലെ ഭണ്ണാരം അത് സർക്കാർ അടിച്ചു കൊണ്ടുപോകുന്നതിനുള്ള വ്യാപകമായിട്ടുള്ള പ്രചാരണം കേരളത്തിൽ ഉണ്ടായതാണ്. അതും ഒരു ഘട്ടം വരെ അത് കേട്ടിരുന്നു എന്നല്ലാതെ അതിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പുറത്തു പറയാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളോ സർക്കാർ സംവിധാനങ്ങളോ ഒന്നും തയ്യാറായില്ല. ഈ അടുത്താണ് അതിലെ കള്ളം പൊളിച്ചത്. പിന്നീട് മദ്രസ അധ്യാപകർക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് പണം കൊടുക്കുന്നു എന്നുള്ള
കള്ളം വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോഴും അത് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ആയാലും ഒക്കെ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അതായത് ഇതിങ്ങനെ പറഞ്ഞു പോവുകയല്ല, അതിന് വേണ്ട വിധത്തിലുള്ള പ്രചാരണം കൊടുക്കാനും അതെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ള പ്രചാരണം വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. ഒരിടത്ത് പറഞ്ഞു പോവുകയല്ല, അത് പല സമയങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റായി എല്ലാവരിലേക്കും കൃത്യസമയത്ത് എത്തിക്കാനും വലിയൊരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ വിഷലിപ്തമായ വാക്കുകൾ ഭാവിയിൽ വരെ ഉപയോഗിക്കാൻ തക്ക വീര്യമുള്ളതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഈ അടുത്ത് വെള്ളാപ്പള്ളി പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്കത് തമാശയായി മാത്രമേ കാണാൻ കഴിയൂ. അദ്ദേഹം പറഞ്ഞത് ഗുരുവിൻ്റെ സന്ദേശങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും അകലുന്നതാണ് സമുദായം നേരിടുന്ന ദുർഗതി എന്നും പ്രസംഗിച്ചയാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ 2 വള്ളങ്ങളിൽ കാലിടുന്ന വെള്ളാപ്പള്ളിയാണ് കേരളം ഇത്ര നാളും കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ വർഗീയ വിദ്വേഷ പരാമർശങ്ങളിൽ അദ്ദേഹത്തെ തിരുത്തിച്ചേ പറ്റൂ. അതിന് മുൻകൈ എടുക്കേണ്ടത് സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ്. എന്തായാലും ഈ വർഗീയ വിഷം ചീറ്റൽ കേരളത്തിന് ഒരിക്കലും ഭൂഷണമല്ല. സർക്കാർ അത് തിരുത്താൻ തയ്യാറാവണമെന്നാണ് പൊതുവിലുണ്ടാവുന്ന അഭിപ്രായം. ഇനി സർക്കാർ തിരുത്തിയില്ലെങ്കിൽ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഇതിനെതിരെ ജാഗ്രത പ്രകടിപ്പിക്കണം, വലിയ രീതിയിൽ ഇത്തരം പ്രസ്താവനകളെ പ്രതിരോധിക്കുകയും വേണം. ICL Finco, the intelligent choice.